എന്റെ വീഡിയോ ആസാം അബ്ദുള്ളാലും ചായപ്പൊടി അടിപൊളിയാ വയറിലാവോ? ആഹാ അടിപൊളി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? യൂട്യൂബറാ? പേരെന്താ? എന്റെ പേര് എന്റെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എത്ര കേക്ക് കഴിഞ്ഞു? ആ കേക്ക് കഴിഞ്ഞു. അടിപൊളി. എനിക്കുണ്ട് യൂട്യൂബ് ചാനൽ. അടിപൊളി ചായപ്പൊടി കൊണ്ടുണ്ട്. ചായപ്പൊടി ഒന്നും വേണ്ട. എത്ര വായിക്കണല്ലേ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കണ ചായപ്പൊടിയൊക്കെ മേടിച്ചുമ്പോൾ കാണിക്കാനൊക്കെ എനിക്ക് മേടിച്ചിട്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് എനിക്ക് വെച്ചിട്ട് ഈ ചായപ്പൊടി വെച്ചിട്ട് യൂട്യൂബിൽ ചായപ്പൊടിയൊക്കെ ചെറിയ മേടിച്ചിട്ടോ. എത്ര ചായപ്പൊടിക്ക് എത്രയാണ്? ചായപ്പൊടി നീ എത്രക്ക് വാങ്ങിക്കല്? ചായപ്പൊടിയോ? ചായപ്പൊടി 100 രൂപ. ഗ്രാമോ? ഗ്രാമ് 250 രൂപ. കാക്കിൽ 60 രൂപ. കടയിൽ കിട്ടുന്നതല്ലേ? ഈ ചായ ഞങ്ങള് ഹോസ്റ്റലിൽ എന്നിട്ട് തന്നെ കുടിക്കാറ്. കോട്ടശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇല്ലേ അത് നേരെ എനിക്ക് ഞാൻ 4ാമത് നഗർ ഹോസ്പിറ്റലില്ലേ അതിന് തൊട്ട് താഴെയാണ് എനിക്ക്. അതിലേക്ക് ട്രാൻസ്ഫർ ആയത്. ചായപ്പൊടി ചായപ്പൊടിയാ? വേറെ അടിപൊളി ഐറ്റം ഉണ്ട്. എന്ത് ഐറ്റം കാണിക്കണ്ട? മഴ കൊടയാ? മഴ എന്തെങ്കിലും പ്രശ്നമാണ്. അതൊക്കെ നല്ലു പാത്രം കഴിയണത് വിമ്മല്ല ബിസ് കണ്ണു കാണുന്നത് ഇപ്പല്ലേ കണ്ടത്. ഞാൻ ഫോൺ വരുമ്പല്ലേ കാണിക്കണത്. എങ്ങനെയാ ബിസ്വാഷ്? അടിപൊളിയാ. യൂസ് ചെയ്തോ? ഞാൻ അവിടേക്ക് സംസാരിക്കും. 80 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ വന്നത് തിരിച്ചൊരു 80 രൂപ സപ്പോർട്ട് ആക്കി ഇതാവും. 80 രൂപ ചെറു വലിയ ബോട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാര് എന്റെ വീട് ഇവിടെ അല്ല. ആ വീട്ടില് ഞങ്ങള് കാഞ്ഞങ്ങാട്, ഇവര് ചെന്നൈ. ചെന്നൈയിലൊക്കെ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ചായ പിന്നെ എന്റെ വീടെടുക്കാൻ കാരണം എന്റെ സംസാരാണ്. ഭയങ്കര സംസാരം. ഇത് ഞാനത് വിചാരിച്ച് 2-3 പ്രാവശ്യം നിന്നെ കണ്ട് പരിചയം ഉണ്ടാക്കി. അതുകൊണ്ട് ഇത്രയും ട്രെയിനിങ്ങിന്റെ ഒരു ഫലം അല്ല. ഞാൻ ചാടി ഇതൊക്കെ എടുക്കാന്നൊക്കെ ഞാൻ മുമ്പേ പരിചയം ഉണ്ടെന്ന്. അതുകൊണ്ടൊക്കെ ഇത്രയും ഇതായിട്ട് പറയുന്നേന്ന് വിചാരിച്ചു. നീ പോയ സൈഡില് ചെമ്മ കൂടെ പോന്നുണ്ടാ? നമുക്കൊരു മാർക്ക് നമ്മൾ മാർക്ക് സ്റ്റുഡൻസ് അല്ലേ ഫസ്റ്റ് ബോണി അതൊരു ഞാൻ ചെയ്തേ വേണ്ടേ? അതൊന്നും വേണ്ട. നീ ഇത്രയും സംസാരിച്ചിട്ട് ഒന്നും മേടിക്കാണ്ട് എവിടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട്. ഗൂഗിൾ പേ ഉണ്ടാ? എന്റെ ഫോണിലല്ല കമ്പനിന്റെ ഫോണില്. എന്റെ ഫോണിലായിരുന്നു കളിക്കുന്നത്. കമ്പനി ഇതുവരെ ഇതൊക്കെ ഇതിൽ റെക്കോർഡാവുന്നുണ്ടാ. കമ്പനിയുടെ അടുത്ത് കളയുന്നേ. അതെനിക്ക് ശമ്പളം പഴയതൊന്നുമല്ല. സ്ക്രാച്ച് ഇതുണ്ട്. പഴയതാണെങ്കിൽ എനിക്ക് തന്നില്ലേ? അങ്ങനല്ല പറഞ്ഞേ. ബിസിനസ് തമ്പ്
ഇതേ നമുക്ക് അഞ്ജിത്ത് എന്ന സെയിൽസ്മാൻ്റെ പേര് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി രാവിലെ ഫുഡ് കഴിക്കാണ്ട് വന്നതാണ്, നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെങ്ങളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പാവം അവൾക്ക് വയ്യ പനിയാണ്. എന്നിട്ടും പിന്നെ അവൻ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പെങ്ങൾ പെട്ടെന്ന് ചായയും പുട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. സമയം ഉച്ച ഫുഡിന് ടൈം ആയിക്കൊണ്ട് വന്ന് 11:30 മണി കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാണ്ട് വന്നല്ലേ, അപ്പോൾ അവനക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ടൈം കറിയില്ല, എനിക്ക് കറി തന്നൂടാ. പുട്ട് നാവി വന്നു. പുട്ട് റെഡി. ചൂട് പുട്ടും കട്ടൻ ചായയും ഗ്രീൻ പീസ് കറിയും. കഴിച്ചോ എപ്പോഴാ കുറച്ച് നേരത്തെ എണിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ട ജോലിക്ക് പോവാനേ? 6 മണിക്ക് തുടങ്ങിയ രാവിലെ 12 മണിക്ക് 7 12 മണിക്ക്